ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ. അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ ഓണത്തിന് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണ്? മാവേലീനെ എതിരേൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനാണ് എതിരേൽക്കണേ. അപ്പോൾ നമ്മൾ ആരും എണീറ്റിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛനാണ് എല്ലാം ചെയ്യണതൊക്കെ. അപ്പോൾ വിളക്ക് കത്തിച്ച് നമ്മൾ ഇങ്ങനെ തറ പോലെയൊക്കെ കെട്ടി കുരുത്തോലയും തുമ്പക്കൂടും തുളസി അങ്ങനെ എല്ലാ സംഭവം പൂക്കളൊക്കെ ഇട്ട് നമ്മൾ ഓണത്തപ്പനൊക്കെ വെക്കും. ഓണത്തപ്പനൊക്കെ വെച്ച് അതിൻ്റെ പൊക്കത്തു കൂടി അരിപ്പൊടി കലക്കിയ മാവില്ലേ, അത് നമ്മളിങ്ങനെ ഒഴിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ മാവേലി വാ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ചെയ്ത് നമ്മൾ ഹാരപ്പോ ഹീറോ ഹീറോ എന്നൊക്കെ വിളിച്ച് നമ്മൾ മാവേലീനെ എതിരേൽക്കും. നമ്മൾ അതുപോലെ തന്നെ ഒരു ഓണത്തപ്പൻ നമ്മുടെ മെയിൻ ഗേറ്റ്, വീട്ടിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ ഫ്രണ്ടിലും വെക്കും. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എതിരേൽച്ച് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലും ഒരു ഓണത്തപ്പൻ വെക്കും. അങ്ങനെ നമ്മൾ മാവേലീനെയൊക്കെ എതിരേറ്റു. നമ്മൾ എതിരേൽക്കുന്ന സമയത്ത് നമ്മൾ അട വെക്കും. അട ഉപ്പില്ലാത്ത അടയായിരിക്കും ഉണ്ടാക്കി വെക്കുക. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇതില്ലാന്ന് തോന്നണം, ഇങ്ങനെ ഓണത്തപ്പനെ എതിരേൽക്കുന്ന സംഭവം ഇല്ലയെന്ന് തോന്നണം. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ചു അമ്പലത്തിൽ പോകാൻ വേണ്ടി സാരി കൊടുത്ത് റെഡിയായി. അങ്ങനെ അമ്പലത്തിൽ ഞാനും ചേച്ചിയും കൂടി പോയി. കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത്. നമ്മൾ രണ്ടാളും സാരി എടുത്തേക്കണോണ്ട് ഞങ്ങൾ കൂടുതൽ അമ്പലങ്ങളിലൊന്നും പോകാൻ നിന്നില്ല, കാരണം വണ്ടിയിലും കൂടിയാണ്. അപ്പോൾ പിന്നെ ഒന്നാമത് ഞങ്ങൾ സാരി കൊടുത്ത് ഇറങ്ങിയപ്പോൾ ലേറ്റായി, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരമ്പലത്തിലേ പോയുള്ളൂ, രണ്ടമ്പലത്തിലേ പോയുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് പിന്നെ നമ്മൾ ചെറിയ പൂക്കളം, കഴിഞ്ഞ ദിവസം പൂവിട്ട ബാക്കി കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പൂക്കളമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു. തട്ടിക്കൂട്ട് പൂക്കളം കുറേ നേരം കഷ്ടപ്പെട്ടു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പൂ പോലും ബാക്കിയിടാതെ, മീൻസ് തലേ ദിവസം വന്ന എല്ലാ പൂവും ഞങ്ങൾ ഉപയോഗിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊരു പൂക്കളം സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ സിറ്റ് ഔട്ടിൽ വലിയ പൂക്കളിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കണത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമുണ്ടായിരുന്നു. 9 മണിക്ക് ഇടാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴാണ് പൂക്കളം ഇട്ട് തീർന്നത്. അത്രയും കഷ്ടപ്പെട്ട് ഇട്ട പൂക്കളാണ്. വസുവും അക്കുവും കുഞ്ഞിനും കൂടി. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടി സദ്യ നമ്മളിങ്ങനെ ആദ്യം ഗണപതിക്ക് വെക്കും. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് എല്ലാ കറികളും പായസം വെള്ളം എല്ലാം വെച്ചിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക. വീതി വെച്ചിട്ടാണ് നമ്മളെല്ലാവരും, വീതി എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എഴുതാനുള്ളതൊക്കെ എഴുതി. കാരണം എനിക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ലാസ്റ്റ് സെമ്മുള്ള എക്സാം ഡേറ്റും വന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അത്തം നഗറിൽ പോയി. അത്തം നഗറിലുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു കടയും വിടാതെ എല്ലാ കടയിലും ഞങ്ങൾ കയറി ഇറങ്ങി. പക്ഷേ ആകെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതെന്ന് പറയണത് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ്. ബുക്ക് കടയിലൊക്കെ കയറിയിട്ടല്ല, ബുക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പൈസയും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ വാങ്ങിയില്ല. എല്ലാ കടകളിലും കയറി ജസ്റ്റ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റൈഡുകളും ഇതുപോലെ തന്നെ ഞങ്ങൾ ഒരു റൈഡിലെങ്കിലും കയറാമെന്ന് വെച്ചു. പക്ഷേ ഒരാൾക്ക് 100 റുപ്പീസാണ് ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് എന്തിനാണ് ആ പൈസ അതിൽ മുടക്കുന്നത്, നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് അവിടെ നിന്ന് ഫുഡ് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്തു. പിന്നെ അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മറ്റേ റിങ് എറിഞ്ഞിട്ട് വീട്ടിൽ സാധനം എടുക്കുന്ന സംഭവം, പിന്നെ ബോളും കൊണ്ട് ഗ്ലാസ് എറിഞ്ഞ് വെത്തുന്ന, അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരണക്കിണർ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ടു നിന്നു. ബജ്ജി കഴിച്ചു, അങ്ങനെ ഓരോന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു പണി കിട്ടി ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കീ കാണാതെ പോയി. ഞങ്ങളുടെ വണ്ടിയുടെ കീ കാണാതെ പോയി. അതുപോലെ നല്ല മഴയും പെയ്തു. അപ്പോൾ ഞങ്ങളൊരു കടയുടെ ഷെഡിൻ്റെ അവിടെ കയറി നിൽക്കുകയാണ്. അപ്പോൾ കീ പോയ വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണിത്. എവിടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല. അത്തനഗറിൽ കയറുമ്പോൾ ഞാൻ ചോദിച്ചു കീ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കും കീ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി കയ്യിൽ കയറുമ്പോൾ കീ ഉണ്ടായി, ഇവിടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ അവിടെ ഫുൾ തപ്പി. എവിടെയാണ് ഇത് പോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുറേ തപ്പി അവസാനം ഞങ്ങൾ വീട്ടിൽ വിളിച്ച് സ്പെയർ കീ ഒക്കെ സെറ്റ് ചെയ്തു. കീയൊക്കെ വീട്ടിൽ വിളിച്ച് സെറ്റ് ചെയ്തു. അപ്പോഴേക്കുമാണ് ഞങ്ങൾ ആ സത്യം അറിയുന്നത്. എന്നിട്ട് പോയാൽ മതി. പറ പറ പറ.
അതെ ഗൈസ് കീ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ആ അത്തനഗറിൽ കുറേ തപ്പി ആ മഴയത്ത് ആ ചെളി പുരണ്ട് കിടക്കുന്ന സ്ഥലത്ത്. അപ്പോഴും ഞങ്ങളോട് ഇവൻ പറഞ്ഞു നമുക്ക് വണ്ടി പോയി നോക്കാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായത് കൊണ്ട് ഞങ്ങളെ അവിടെയൊന്നും ഉണ്ടാവില്ലടാ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കീ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു, പോപ്കോണും കഴിച്ച് പിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരിമ്പ് ജ്യൂസും പോപ്കോണൊക്കെ കഴിക്കും. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എല്ലാവരും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ബൈ. ആദ്യം എന്താ പറഞ്ഞത്?